ശരിക്കും മീൽ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂവലാണ്. ശരിക്കും ആ ഫ്യൂവല് ശരിക്കും കൊടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിഷ്യൻസികൾ വരും. നമ്മളിപ്പോൾ വണ്ടിയിൽ ഇന്ധനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അവിടെ വഴിയിൽ നിൽക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇന്ധനം, ഫുഡ് അത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളത് കൊടുത്താലാണ് നമ്മുടെ ബോഡി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ, എല്ലാ ഓർഗൻസ് ഒക്കെ. ഇവിടെ സ്കിപ്പ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പലതിനോടുള്ള ക്രേവിങ്സുകൾ വരും. ഈ സ്നാക്സ് കഴിക്കാനുള്ള ക്രേവിങ്സ് ഒക്കെ നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ അളവിനുള്ള പോഷകാഹാരങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്രേവിങ്സുകൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇവിടെ സ്നാക്സുകളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് കൂടുതലായിട്ട് കൊണ്ടിരിക്കും. ഇപ്പോൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് അത് വരുന്നത് ക്രേവിങ്സ്. ഓക്കെ, കറക്റ്റ് മീൽസ് എടുക്കാത്തതുകൊണ്ടാണ് ക്രേവിങ്സ് വന്ന് മോശം ഫുഡിലേക്ക് പോകുന്നത്. കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഒരു ക്രേവിങ്സ് ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ നോർമലി പറയുകയാണെങ്കിൽ വെള്ളമൊഴിച്ച പെട്രോൾ വണ്ടിയിൽ ഒഴിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു ക്രേവിങ്സ് ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ ഷുഗർ കഴിക്കാനായിട്ടുള്ള, അതായത് സ്വീറ്റ്സ് കഴിക്കാനുള്ള ക്രേവിങ്സ് വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും അതുപോലെ ഫൈബറൊക്കെ ഫുഡുകൾ കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു ഷുഗർ ക്രേവിങ്സ് വരില്ല. കാരണം ഞാൻ എക്സാമ്പിളാണ്, ഞാൻ ഇത്രയും ഷുഗറുള്ള സംഭവങ്ങൾ കഴിച്ചിരുന്നത്. ഇപ്പം ഞാൻ ഷുഗർ അധികം വളരെ കുറവായിട്ടാണ് കഴിക്കുന്നത്. അത് കറക്റ്റായിട്ട് കഴിച്ചാൽ ഞങ്ങൾക്ക് ക്രേവിങ്സ് വരില്ല. ഓക്കെ.